ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലഗസ മീഡിയ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പക്കാവടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് പക്കാവട. ഒട്ടുമിക്ക ആളുകളും ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഈ 4 മണി പലഹാരം ഏറ്റവും സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ പക്കാവട ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ്: 1 കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് സവാള ചെറുതായിട്ട് നുറുക്കിയതെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 പച്ചമുളക് നീളത്തിൽ ഉള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയത്. ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടലമാവ് 2 കപ്പ് കടലമാവ് ഇടണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടുണ്ട്. നമ്മൾ നേരത്തെ പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ചേർക്കാം. കറിവേപ്പില, പച്ചമുളക്, മല്ലിയില. ഇപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ മല്ലിയില ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് കറിവേപ്പില കൂടുതലായിട്ട് എടുത്താൽ മതി. ഇനി നമ്മൾ ചേർക്കാൻ പോണത് സവാള. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ചേർക്കുന്ന സമയത്ത് നോക്കി ചേർക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ശരിയാവില്ല നമ്മൾ ഉണ്ടാക്കുന്ന പക്കാവട. അപ്പോൾ വെള്ളം നോക്കി ചേർക്കണം. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പക്കോടയ്ക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്പൂൺ വെച്ചിട്ട് നമ്മുടെ പക്കോട മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചൂടാക്കാനായിട്ട്. അപ്പോൾ നോക്കിയിട്ട് മറച്ചിടണം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ മറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് കോരി മാറ്റാം.
അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പക്കവട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പക്കാവടയും നല്ല കട്ടൻ ചായയും വെച്ച് കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.